ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം SSC ആൻഡ് RRB. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ട്രിക്കുകളെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് നോക്കാം. ആ ട്രിക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും. ക്വസ്റ്റ്യൻ പ്ലസ് ട്രിക്ക് എന്നുള്ള രീതിക്ക് നമുക്ക് ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ എളുപ്പത്തിൽ വിത്തിൻ സെക്കൻഡ്സ് എങ്ങനെ ആൻസറിലേക്ക് എത്താമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 3,5 -2,0 6,4? ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടക്സുകളുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എന്താണ് ഏരിയ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിലേക്കൊന്നും പോവാതെ കുറച്ച് സ്മാർട്ട് ആയിട്ടുള്ള ഷോർട്ട് കട്ട് വഴി ഇത് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് നോക്കാം. സോ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുക്കാം. ഈ ട്രയാങ്കിളിന് 3 കോർഡിനേറ്റ്സ് ഉണ്ട്. നമ്മൾ ഇതിന്റെ ഒരു കോർഡിനേറ്റിനെ ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യാണ്. അതായത് ഒറിജിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം എന്താണ് 0,0 എന്ന് പറയുന്നതാണ് അതിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ട്രയാങ്കിളിന്റെ ഒരു വെർട്ടക്സിന്റെ കോർഡിനേറ്റിനെ നമ്മൾ എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. 0,0 ആക്കി മാറ്റണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഈ -2,0 എന്ന് പറയുന്ന ഈ കോർഡിനേറ്റിനെ നമ്മൾ 0 ആക്കി എടുക്കുകയാണ്. അതേ ചേഞ്ച് തന്നെ എല്ലാ കോർഡിനേറ്റ്സിലും കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ ഇവിടെ 2 ആഡ് ചെയ്താൽ ഈ -2 എന്നുള്ളത് 0 ആവും. ഒരു 0യും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്തായി മാറി? ഇവിടെ 0 ആയി മാറി. സോ എഫക്റ്റീവ്ലി ഈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്തായി മാറി? 0 ആയി മാറി. അതായത് 2 ആഡ് ചെയ്യണം എക്സ് കോർഡിനേറ്റിനോട് കൂടിയിട്ട്, വൈ കോർഡിനേറ്റിനോട് കൂടിയിട്ട് 0 ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വന്നു? ഈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്തായി മാറി? നമുക്കറിയാം 5,5 എന്ന് പറയുന്ന കോർഡിനേറ്റ് ആയി മാറി. അതുപോലെ തന്നെ 2 ആഡ് ചെയ്യണം എക്സ് കോർഡിനേറ്റിനോട്, 0 ആഡ് ചെയ്യണം വൈ കോർഡിനേറ്റിനോട്. അപ്പോൾ എന്തായി മാറി? ഇതെന്ന് പറയുന്നത് 8,4 ആയി മാറി. സോ നമ്മുടെ പുതിയ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 5,5, 0,0, അതുപോലെ തന്നെ 8,4. ഇതിൽ മനസ്സിലാക്കേണ്ടത് 0,0 ഉള്ള കോർഡിനേറ്റിനെ ഒഴിവാക്കുക. ബാക്കിയുള്ള രണ്ട് കോർഡിനേറ്റ് ആണ് 5,5ഉം അതുപോലെ തന്നെ 8,4ഉം. ഇതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് മനസ്സിലാക്കാം. എക്സ്ട്രീം ആയിട്ടുള്ള 2 കോർഡിനേറ്റുകളെ മൾട്ടിപ്ലൈ ചെയ്യുക. 5ഉം 4ഉം ആണ് രണ്ടറ്റത്ത് വരുന്നത്. അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 20 വരും. അതുപോലെ തന്നെ ഈ എക്സ്ട്രീം ആയിട്ടുള്ള 5ഉം 8ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 40 വരും. ആ 20ഉം 40ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അതിന്റെ പകുതിയായിരിക്കും ഏരിയ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 20ഉം 40ഉം തമ്മിലുള്ള ഡിഫറൻസ് 20 ആണ്. 20ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 10 യൂണിറ്റ് ആയിരിക്കും ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. വളരെ പെട്ടെന്ന് ഇക്വേഷൻ യൂസ് ചെയ്യാതെ നമുക്ക് ഈ ട്രിക്ക് വെച്ചിട്ട് ഈ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? സോ ദ നെക്സ്റ്റ് വൺ. അടുത്തൊരു ട്രിക്കാണ്. നമുക്കറിയാം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനായിട്ട് നമ്മൾ പല സ്ഥലത്തും ഓഫറുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് നെയിമിംഗ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഓഫറുകൾ എഴുതി വെച്ചിട്ടുള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരിക്കും. ബൈ 3 get 2 ഫ്രീ. ഇങ്ങനെ വരുന്ന ഓഫറുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഈ ഒരു ഓഫറിന് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് കാണാം. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ കിട്ടുന്നതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര എണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ എത്ര എണ്ണമാണ് കിട്ടുന്നത് ഇതായിരിക്കും. ഈ ഫ്രാക്ഷൻ ആയിരിക്കും പെർസെൻറ്റേജിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അവിടെയുള്ള ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ഫ്രീ എത്രയാ? ഫ്രീ എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ടോട്ടൽ കിട്ടുന്നത് എത്ര എണ്ണമാണ്? ഫ്രീ എന്ന് പറയുന്നത് 2 എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറയുന്നത് 3 എണ്ണം വാങ്ങുമ്പോൾ 2 എണ്ണം ഫ്രീ ആയിട്ട് കിട്ടുന്നു. ടോട്ടല് 3 എണ്ണം വാങ്ങുന്നുണ്ട്, 2 എണ്ണം കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ടോട്ടല് 3 + 2 എന്ന് പറയുന്ന 5 ആയിരിക്കും. 2/5 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40% ആയിരിക്കും ഇവിടെയുള്ള ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ? സോ ദ നെക്സ്റ്റ് വൺ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ പലതരത്തിലുള്ള ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹൈറ്റ് കാണാനും ഏരിയ കാണാനും ഒക്കെ. ഹൈറ്റ് ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എത്രയാണ്? 1.9√3 ആണ് ഹൈറ്റ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ കണ്ടുപിടിക്കണം. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എ ആണെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് √3/2a, ഏരിയ എന്ന് പറയുന്നത് √3/4a². പക്ഷെ ആ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാൽക്കുലേറ്റീവ് ആവാനും ലെങ്തി ആവാനും ടൈം കൺസ്യൂം അല്ലെങ്കിൽ ടൈം എടുക്കുന്നത് കൂടാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് 2k ആണെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് √3k ആയിരിക്കും. ഏരിയ എന്ന് പറയുന്നത് √3k² ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഓർത്ത് വെക്കണം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.9√3 ആണ്. അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് 1.9√3, ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം √3k ആണ്.
ഈ √3k എന്ന് പറയുന്നത് 1.9 √3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം √3യുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് k ആണ്, √3യുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് 1.9 ആണ്. അതായത് k എന്ന് പറയുന്നത് എത്രയായിരിക്കും? k എന്ന് പറയുന്നത് 1.9 ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? അതായത് √3യുടെ കൂടെയുള്ളതാണ് k എന്ന് പറയുന്നത്. സോ ഏരിയ എന്താ? √3k². അതായത് √3 ഇൻറ്റു k² എന്ന് പറയുമ്പോൾ എന്താ? 1.9. 19ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 361. 1.9ന്റെ സ്ക്വയർ 3.61 ആയിരിക്കും. സോ ദ ആൻസർ ഈസ് വാട്ട്? 3.61 √3 എന്ന് പറയുന്നതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം എന്താണ് 3.61 √3 എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ. എന്താ മനസ്സിലാക്കേണ്ടത്? ഹൈറ്റ് എന്ന് പറയുന്നത് k √3 അല്ലെങ്കിൽ √3k ആണ്. അപ്പോൾ k എന്ന് പറയുന്നത് 1.9 ആണ്. ഏരിയ എന്ന് പറയുന്നത് √3k² ആണ്. k 1.9 ആണെങ്കിൽ k² എന്ന് പറയുന്നത് 3.61 ആയിരിക്കും. 3.61 √3 ആയിരിക്കും ഏരിയ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു റിസൾട്ട്, ഈ ഒരു റിലേഷൻ നമ്മൾ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? സോ ദ നെക്സ്റ്റ് വൺ, അടുത്തൊരു ട്രിക്കാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ്, അതിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ, അതിന്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിന്റെ ഓരോന്നിന്റെയും സ്ക്വയർ കാണാന്ന് പറഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറും. സോ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സംഖ്യ 1, 2, 3, 4, 5 എന്ന് പറയുന്ന 12345ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 5 ആണല്ലോ. കിട്ടുന്ന ആൻസറിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 5 ആയിരിക്കും അല്ലെ? അണ്ടർ റൂട്ട് അവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ 1245ലെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ് അല്ലെ? സോ നമുക്കറിയാം 5 എന്ന് പറയുന്നതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 12345 കൂടെ ആഡ് ചെയ്യുന്നു. പ്ലസ് എന്താണ്? 12346 കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അതിനെ 5 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള മറ്റൊരു സംഖ്യയായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ എത്രയായി? അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? ഇതിന്റെ 0 ആയിരിക്കും. അതിനോട് കൂടെ നമ്മൾ ചെയ്യുന്നത് എന്താ? 6 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള മറ്റൊരു സംഖ്യ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് റൂട്ടിന്റെ ഉള്ളില് എത്രയായിരിക്കും? 5 + 5 10, അതായത് 0 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. പ്ലസ് 6 കൂടെ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആ സംഖ്യ എന്ന് പറയുന്നതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 6 ആയിരിക്കും അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അഥവാ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. സോ റൂട്ടിന്റെ ഉള്ളിലെ വലിയൊരു സംഖ്യ, അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. നമുക്ക് മനസ്സിലാക്കാം ഇതിനെ റൂട്ടിന്റെ പുറമേലേക്ക് എടുക്കുന്നതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് എന്തായിരിക്കും? വെളിയിലുള്ള സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒന്നുകിൽ 4 ആയിരിക്കണം, കാരണം 4ന്റെ സ്ക്വയർ 16, 6 വരാം. അല്ലെങ്കിൽ 6 ആയിരിക്കണം. 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 36, 6 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരാം. അപ്പോൾ ആൻസറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 6 അല്ലെങ്കിൽ 4. നമുക്ക് ഓപ്ഷനിൽ നോക്കാം. ഓപ്ഷനിൽ 6ഉം 4ഉം അല്ലാത്ത 2 ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. പിന്നെ വരുന്നത് 12344 ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. എടാ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 12345ന്റെ സ്ക്വയറിനോട് കൂടിയിട്ട് ബാക്കിയുള്ള സംഖ്യകൾ ആഡ് ചെയ്യാണ്. അപ്പൊ എന്തായാലും 12345നേക്കാൾ വലിയ വാല്യൂ ആണ് ആൻസർ വരുള്ളൂ. 12344 എന്ന് പറയുന്നത് ചെറിയ ആൻസർ ആണ്. ഈ ലാസ്റ്റ് ഡിജിറ്റ് 6 വരുന്ന ഓപ്ഷൻ സി ആയിരിക്കും ശരി ഉത്തരം എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആണ്. ഈ ഒരു ട്രിക്കും നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. സിംപ്ലിഫിക്കേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ദ നെക്സ്റ്റ് വൺ, x = 0.7313131 അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ? സോ ഈ സംഖ്യനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? x = 0.731 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാർ ഇടുന്നു. 0.731 ബാർ ആണ് ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഇതിലെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 7ന്റെ മുകളിൽ എന്തില്ല? ബാർ ഇല്ല. ഈ സംഖ്യനെ എങ്ങനെയാണ് നമ്മൾ എന്താക്കി മാറ്റി എഴുതുക? റാഷണൽ നമ്പർ p/q ഫോമിൽ എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഹിയർ 731 എന്ന് പറയുന്ന സംഖ്യയാണ്. ഓക്കെ അല്ലേ? അതിൽ നിന്ന് ബാർ ഇല്ലാത്ത സംഖ്യ ഏതാണ്? 7 ആണല്ലോ. 7 സബ്ട്രാക്ട് ചെയ്യുക. ബാർ ഇല്ലാത്ത 7 നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ എത്ര സംഖ്യകൾക്ക് ബാർ ഉണ്ട്? 2 ഡിജിറ്റിനാണ് ബാർ ഉള്ളത്. 3നും 1നും ബാർ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം? എത്ര ഡിജിറ്റിന് ബാർ ഉണ്ട് അത്രയും 9കളെ താഴെ ഡിനോമിനേറ്ററിൽ എഴുതണം. 2 ഡിജിറ്റിന് ബാർ ഉള്ളത് കൊണ്ട് 2 9കളെ എഴുതി. എത്ര ഡിജിറ്റിന് ബാർ ഇല്ല? 1 ഡിജിറ്റിന് മാത്രമാണ് ബാർ ഇല്ലാത്തത്. 7ന് മാത്രമാണ് ബാർ ഇല്ലാത്തത്. അതുകൊണ്ട് എന്താണ്? 1 ഡിജിറ്റിന് ബാർ ഇല്ല. ദാറ്റ് മീൻസ് 0.
ഓക്കെ അല്ലേ? സോ 731 മൈനസ് 7 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 724 ആയിരിക്കും. ഡിവൈഡഡ് ബൈ 990 എന്ന് പറയുന്നതാണ് ഇതിന്റെ ഈ ഒരു എക്സ്പ്രഷന്റെ ആൻസർ എന്ന് പറയുന്നത് 724 ഡിവൈഡഡ് ബൈ 990. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. ഈ ട്രിക്ക് വളരെ യൂസ്ഫുൾ ആണ്. ദ നെക്സ്റ്റ് വൺ, ഗ്രേറ്റസ്റ്റ് എമംഗ് ദ ഗിവൺ എക്സ്പ്രഷൻ. ഈ തന്നിരിക്കുന്നതിലെ ഏറ്റവും വലുത് ഏതാണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിന്റെ പവറിനെയാണ്. 72, 36, 24, 60 ഇത്രയും വലിയ പവറുകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 72 എന്ന് പറയുന്ന സംഖ്യ, 72 എന്ന് പറയുന്നത് 36, 24, 60 തുടങ്ങിയ സംഖ്യകളുടെ HCF എടുക്കുക. HCF എന്ന് പറയുന്നത് എന്താണ്? HCF എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും എന്താണെന്ന് അറിയാം. നമുക്ക് 72, 36, 24, 60 എന്ന് പറയുന്ന സംഖ്യയുടെ HCF എന്ന് പറയുന്നത് എത്രയാ? 12 ആയിരിക്കും അല്ലെ? 12 കൊണ്ട് എല്ലാ പവറുകളെയും ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 72നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2/6 ആയിരിക്കും വരിക. 36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5/3 ആയിരിക്കും വരിക. 11നെ ഡിവൈഡ് ചെയ്താൽ 11 സ്ക്വയർ ആണ്. 3നെ ഡിവൈഡ് ചെയ്താൽ 3/5 വരും. ക്ലിയർ ആണല്ലോ? വളരെ ക്ലിയർ ആണ്. ഇനി ഇതിലെ ഏതാണ് ഏറ്റവും വലുതെന്ന് നോക്കിയാൽ മതി. 2/6 എന്ന് പറയുമ്പോൾ എത്രയാ? 2/6 എന്ന് പറയുമ്പോൾ 64 ആണ്. 5/3 എന്ന് പറയുമ്പോൾ 125 ആണ്. 11 സ്ക്വയർ എന്ന് പറയുമ്പോൾ 121 ആണ്. 3/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 27 × 3 എന്ന് പറയുമ്പോൾ 243 ആണ്. 27 × 9 എന്ന് പറയുമ്പോൾ 243. എടാ, ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏറ്റവും വലിയ സംഖ്യ? ഏതാണ് ഏറ്റവും വലിയ സംഖ്യ? 243 ആണ് ഏറ്റവും വലിയ സംഖ്യ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 3/5 എന്ന് പറയുന്നതാണ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. 3/5 ആണ്. അതായത് 3/60 വരുന്ന പാർട്ടാണ് ഏറ്റവും വലുത്. 3/60 വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറുത് 64 ആണ്. 2/6 വരുന്ന പാർട്ട്, അതായത് 2/72 ആണ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ്. ഏറ്റവും ലാർജസ്റ്റ് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്നത് 3/60 ആണ്. വളരെ സിമ്പിൾ ആണ്. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഇത് നമ്മൾ ഓർത്ത് വെക്കണം. സോ ദ നെക്സ്റ്റ് വൺ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 ട്രിക്കുകളാണ് പറയുന്നത്. ശ്രദ്ധിച്ചോ? നമ്മൾ ടൈം ആൻഡ് വർക്കിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതായിരിക്കും. എക്ക് ഒരു ദിവസം 10 ദിവസം കൊണ്ട് ഒരു ജോലി കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ബി ക്യാൻ കംപ്ലീറ്റ് ഇൻ 30 days. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ എത്ര ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ളത്. ഇതിന് നമ്മൾ LCM ഒക്കെ എടുത്തിട്ട് ഓരോരുത്തരുടെ എഫിഷ്യൻസി കണ്ട് ടോട്ടൽ വർക്കിന് എഫിഷ്യൻസിയുടെ സമ്മ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യാറുണ്ട്. പക്ഷെ ഒറ്റ ലൈനിൽ, സിംഗിൾ ലൈനിൽ നമുക്ക് ഇതിന് ആൻസർ പറയാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് പറയാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എയുടെയും ബിയുടെയും ഒരുമിച്ച് ടുഗദർ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ട് തീരുന്നതാണ് മനസ്സിലാക്കുക. 2 പേരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡേയ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 30 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. A+B ആണല്ലോ, അതുകൊണ്ട് എന്തായാലും വരിക? 40 വരും. സോ ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയുക. എന്ത് വരും? 4 എന്ന് പറയുന്നത് 10ൽ 2.5 ടൈംസ് 2.5 × 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 7.5 ദിവസം കൊണ്ട് ഈ ജോലി തീരും. എയും ബിയും കൂടെ 7.5 ദിവസം കൊണ്ട് തീരും. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കാം. A+Bക്ക് 30 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും ജോലി. എക്ക് 50 ദിവസം കൊണ്ടാണ് തീർക്കാൻ പറ്റുക. എക്ക് 50 ദിവസം കൊണ്ട്. ഓക്കെ അല്ലേ? എക്ക് 50 ദിവസം കൊണ്ട് തീർക്കാം. അങ്ങനെയാണെങ്കിൽ ബിക്ക് എത്ര ദിവസം കൊണ്ട്? ഇതാണ് ചോദ്യം. ഇവിടെ എന്താണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ A+Bക്ക് 30 ദിവസം, എക്ക് 50 ദിവസം. മനസ്സിലാക്കുക, 30 × 50, 30 × 50 രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡഡ് ബൈ എക്ക് ബിക്ക് മാത്രമായിട്ട് എത്ര ദിവസം കൊണ്ടാണ് ചോദ്യം അല്ലെ? അപ്പൊ എന്താണ്? ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, ഇവ തമ്മിൽ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് എന്ത് വരും? 30ഉം 50ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. സോ 20ലെ 0ഉം 0ഉം ക്യാൻസൽ ചെയ്തു. 2 ക്യാൻസൽഡ് ഹിയർ. 15 ടൈംസ് 15 × 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 75 ദിവസം കൊണ്ടാണ് ബിക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. സിമ്പിൾ ആണ്. ഓക്കെ. സോ അടുത്തെന്ന് പറയുന്നത് എക്കും ബിക്കും സിക്കും കൂടെ 20 ദിവസം കൊണ്ട് തീർക്കാം. എക്കും ബിക്കും കൂടെ 32 ദിവസം. അങ്ങനെയാണെങ്കിൽ സിക്ക് എത്ര ദിവസം? വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 20 × 32. പിന്നെ എന്ത് ചെയ്യുക? സിക്ക് മാത്രമല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇവരുടെ ഡിഫറൻസ് എടുക്കുക. 20, 32 തമ്മിലുള്ള ഡിഫറൻസ് 12 ആണ്. സോ എന്ത് ചെയ്യാം? നമുക്കറിയാം 12ൽ 4 എന്ന് പറയുന്നത് 3 തവണ, ഇവിടെ 4 എന്ന് പറയുന്നത് 5 തവണ. സോ 5 × 32 എന്ന് പറയുമ്പോൾ 160. 160 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്രയാ? 160 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 53 and 1/3 ഡേയ്സ് ആയിരിക്കും സിക്ക് മാത്രമായിട്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. 53 and 1/3 is the right answer. ഈ 3 ട്രിക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക്
പല സിറ്റുവേഷനിലും പെന്ന് പോലും എടുക്കാതെ ചെയ്യണമെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. ആൻഡ് ദിസ് ഈസ് ദ നെക്സ്റ്റ് വൺ. tan theta plus cot theta is equal to 4. SSC CGL എക്സാമുകൾക്ക് റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ആണ്. tan theta plus cot theta is equal to 4 ആണെങ്കിൽ sec square theta into cosec square theta. ഇതിന് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഓർത്ത് വെക്കേണ്ടത് tan theta plus cot theta is equal to sec theta into cosec theta. അതായത് ടാനും കോട്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് സീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ ആണെന്നുള്ള റിസൾട്ട് നമ്മൾ മറക്കരുത്, ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ എത്രയാണ്? 4 അല്ലേ? സോ 4 is equal to സീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റയാണ്. സീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ചോദിച്ചത് എന്താ? സീക് സ്ക്വയർ തീറ്റ ഇൻറ്റു കൊസീക് സ്ക്വയർ തീറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. സീക് സ്ക്വയർ തീറ്റ ഇൻറ്റു കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4 സ്ക്വയർ ആയിരിക്കും. ദാറ്റ് മീൻസ് വാട്ട്? 16 ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. സീ ദ നെക്സ്റ്റ് വൺ. LCM കാണാനായിട്ട് നമ്മൾ ഒരുപാട് മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 51, 18, 432, 144 ഈ സംഖ്യകളുടെ LCM 9ാമത്തെ ട്രിക്കാണ് കേട്ടോ നമ്മുടെ. നിങ്ങൾ മനസ്സിലാക്കാം, LCM എന്ന് പറയുമ്പോൾ 51ന്റെ മൾട്ടിപ്പിൾ ആണ്, 18ന്റെ മൾട്ടിപ്പിൾ ആണ്, 432ന്റെ മൾട്ടിപ്പിൾ ആണ്, 144ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതിന്റെ എല്ലാത്തിന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരിക്കലും 0 ഉള്ള നമ്പർ ഒരിക്കലും എന്തായിട്ട് വരില്ല, ലാസ്റ്റ് ഡിജിറ്റ് 0 ഉള്ളത് ഒരിക്കലും LCM ആയിട്ട് വരില്ല. കാരണം എന്താണ്? കാരണം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഒരിക്കലും ഇവിടെ 5 ഇൻറ്റു ഒരു ഈവൺ നമ്പർ, 5 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആയിട്ട് ഒരു സംഖ്യയിലും വരുന്നില്ല. 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളതല്ല ഒരു സംഖ്യയും ഇവിടെ. അതുകൊണ്ട് തന്നെ 5 ഇൻറ്റു ഒരു ഈവൺ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് വരുള്ളൂ? ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിട്ടുള്ള ഒരു നമ്പർ വരുള്ളൂ. 5 എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ 5490 എന്ന് പറയുന്നത് ഇവിടെ ആൻസർ അല്ല എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ അല്ലേ? സോ നമുക്ക് 18 എന്ന് പറയുന്ന നമ്പറിന്റെ ഒരു ഫാക്ടർ ആണ്, അല്ലെങ്കിൽ അതിൽ ആരുണ്ട്? 9 ഉണ്ട് അല്ലെ? 9 ഉണ്ട്. നമുക്കറിയാം 18ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അത് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 9 കൊണ്ട് കംപ്ലീറ്റ് ഡിവിഷൻ പറ്റും. 9 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആകണമെങ്കിൽ ആ സംഖ്യയുടെ സം ഓഫ് ഡിജിറ്റ് 9 9ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം, അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെ? സം ഓഫ് ഡിജിറ്റ് 9ന്റെ മൾട്ടിപ്പിൾ ആവുന്നതാണ് ആൻസർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എടുത്ത് നോക്കാം. 7 + 3 10, 10 + 8 എന്ന് പറയുമ്പോൾ 18, ഓപ്ഷൻ എ ആണ്. ഇവിടെ എന്താണ്? 7 + 2 9, 9ഉം 13ഉം ഓപ്ഷൻ സി അല്ല. 7 + 2 9, 18, 22 ഓപ്ഷൻ ഡി അല്ല. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. 9ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? LCM കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ. ദ നെക്സ്റ്റ് വൺ. ദ സിംഗിൾ ഡിസ്കൗണ്ട് ഈക്വലന്റ് ടു 3 സക്സസീവ് ഡിസ്കൗണ്ടുകൾ 22 and 2/9%, 14 and 2/7%, 6.25%. ഇത്രയും ഡിസ്കൗണ്ടുകളാണ് തന്നിട്ടുള്ളത്. ഈ ഡിസ്കൗണ്ടുകളുടെ സക്സസീവ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിംഗിൾ ഇക്വലന്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, പക്ഷെ ഇതിൽ നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു മെത്തേഡാണ് റേഷ്യോ മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, 22 and 2/9 എന്ന് പറയുന്നത് 11 and 1/9 എന്ന് പറയുന്ന, നമുക്കറിയാം 1/9 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ ഇൻറ്റു 2 ആണ്. അതായത് 2/9 ആണ് ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 2/9 ആണ്. അതായത് മനസ്സിലാക്കുക, 9 രൂപയുടെ സാധനം 2 രൂപ കുറച്ച് വിൽക്കുന്നു, അതായത് 7 രൂപയ്ക്ക് വിൽക്കുന്നു. അതാണല്ലോ ഡിസ്കൗണ്ട്. 9 രൂപയുടെ സംഭവം 7 രൂപയ്ക്ക് വിൽക്കുന്നു, അതല്ലേ? 9 രൂപയുടെ സംഭവം 2 രൂപ കുറച്ച് വിൽക്കാന്ന് പറയുമ്പോൾ 9 രൂപയായിരുന്നു, 7 രൂപയാണ് അതിൽ വിൽക്കുന്നത്, 7 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഓക്കെ അല്ലേ? 14 and 2/7 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/7 ആണ് അവിടുത്തെ ഡിസ്കൗണ്ട്. 1 രൂപ കുറച്ച് കൊടുക്കുന്നു. 7 രൂപയുടെ സംഭവം 1 രൂപ കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ 6 രൂപയ്ക്ക് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ 6.25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.25% പറയുമ്പോൾ 1/16 ആണ്. 1/16 ആണ്. അതായത് 16 രൂപയുടെ സംഭവം 1 രൂപ കുറച്ച് 15 രൂപയ്ക്ക് കൊടുക്കുന്നു. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടായിരിക്കും, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മറ്റൊരു ആൻസർ ഉണ്ടായിരിക്കും. സോ ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ ആണ് നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, ഇനീഷ്യൽ വാല്യൂം ഫൈനൽ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നമുക്കറിയാം ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 വാല്യൂസ് നമ്മൾ ഇവിടെ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ വീണ്ടും വെട്ടി ചെറുതാക്കും. അതിനർത്ഥം ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും
സംഖ്യകളെ വെട്ടിച്ചെറുതാക്കിയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ എഴുതണം. അതായത് ലെഫ്റ്റ് സൈഡിലുള്ളതും റൈറ്റ് സൈഡിലുള്ളതും വെട്ടിക്കളയാം. ലെഫ്റ്റ് സൈഡിലുള്ളതും റൈറ്റ് സൈഡിലും വെട്ടിക്കളയാണെങ്കിൽ 7 ഇവിടെയുണ്ട്, 7 ഇവിടെയുണ്ട്, അത് വെട്ടിക്കളയാം. അതുപോലെ തന്നെ 9 3 തവണ, 6 2 തവണ. ഓക്കെ ആണല്ലോ. 3 എന്ന് പറയുന്നത് 15 5 തവണ. ഓക്കെ അല്ലേ. 2 എന്ന് പറയുന്നത് 16 8 തവണ. സോ 8 രൂപയുടെ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? 5 രൂപയ്ക്ക് വിൽക്കുന്നു. അതാണല്ലോ ഇനീഷ്യൽ വാല്യൂ 8, ഫൈനൽ വാല്യൂ 5. 8 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്കൗണ്ട് എത്രയാണ്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 3 ആണ്. എത്ര രൂപയുടെ സാധനം? 8 രൂപയുടെ സാധനം. 3/8 എന്ന് പറയുമ്പോൾ അത് എത്ര പെർസെന്റേജാ? 1/8 12.5%. 3/8 എന്ന് പറയുമ്പോൾ 37.5% ആയിരിക്കും ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ ബ്യൂട്ടിഫുൾ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. ഇതാണ് റേഷ്യോ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഈക്വലന്റ് ആയിട്ടുള്ള സിംഗിൾ ഡിസ്കൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വരും. ആൻഡ് ദിസ് ഈസ് ദ നെക്സ്റ്റ് വൺ. എന്നാൽ ഇങ്ങനെയാണ് ഡിസ്കൗണ്ട് എങ്കിലോ? അതായത് 8%, 15%, 12%. ഇതും നമുക്ക് റേഷ്യോ മെത്തേഡ് വെച്ച് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടെ എളുപ്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാവും, വളരെ എന്താ പറയുക, ഡെസിമൽസ് ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് എന്താ പറയുക കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് റേഷ്യോ മെത്തേഡ് വെച്ച് ചെയ്താൽ ഇത് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, 3 ഡിസ്കൗണ്ടുകൾ X%, Y%, Z% എന്നിങ്ങനെയുള്ള 3 ഡിസ്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആ സക്സസീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ടിന് ഈക്വലന്റ് ആയിട്ടുള്ള സിംഗിൾ ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ വി ഹാവ് ടു ഫോളോ ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ ഫോളോ ചെയ്യണം. ഇത് മറക്കരുത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം ചെയ്യേണ്ടത് എന്താ? ആ 3 ഡിസ്കൗണ്ടുകളും കൂടെ കൂട്ടുക. അതിനുശേഷം എന്താണ്? അവയെ പരസ്പരം 2 വീതം എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അതിനെ എന്ത് ചെയ്യുക? അതിനെ നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100 കൊണ്ടാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, 100 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 1000 കൊണ്ടല്ല, 100 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ആ 3 എണ്ണത്തിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? 10,000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, എല്ലാം കൂടെ ആഡ് ചെയ്യുക. ആദ്യം 8 + 15 23, 23 + 12 എന്ന് പറയുമ്പോൾ എത്രയാണ്? 35, 35 മൈനസ്. പിന്നെ എന്ത് ചെയ്യുക? കോമ്പിനേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 15 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 × 15 എന്ന് പറയുമ്പോൾ 120 120 പ്ലസ് അതുപോലെ തന്നെ 8 × 15 കഴിഞ്ഞാൽ പിന്നെ 15 × 12 എന്ന് പറയുമ്പോൾ എത്രയാണ്? 180 180 മൈനസ് പ്ലസ് പിന്നെ എന്ത് ചെയ്യണം? 8 × 12 എന്ന് പറയുമ്പോൾ എത്രയാണ്? 96 അല്ലെ? 96. ഇതാണ് വരുന്നത്. എല്ലാ കോമ്പിനേഷനിലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 100 ആണല്ലോ. പ്ലസ് എന്താ ചെയ്യണ്ടേ? X × Y × Z. അതായത് 8 × 15 × 12 മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡഡ് ബൈ എത്രയാണ്? ഡിവൈഡഡ് ബൈ 10,000 കൊണ്ട് ഡിവിഷൻ ചെയ്യണം. ഇതായിരിക്കും എഫക്റ്റീവ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. 35 ഓൾറെഡി ഉണ്ട്. 35 മൈനസ് ഇതെന്ത് വരും? ഇത് നമുക്കറിയാം 120 + 180 300, 300 + 96 396. 396നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 396നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3.96 പ്ലസ് എന്താ വരുന്നത്? ഇവിടെ 8 × 15 × 12 ഇതാണ് വരുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം 15 × 12 എന്ന് പറയുമ്പോൾ എത്ര വരും? 15 × 12 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 180 ആണ് വരുന്നത്. 180 × 8 അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 8 × 15 ചെയ്തോ, എത്ര വരും? 120. 120 × 12 എന്ത് വരും? എന്ത് വരുടാ? 144 0. ഓക്കെ അല്ലേ? 144 00 അല്ലെ? 144 00. 8 × 15 എന്ന് പറയുന്നത് നമുക്കറിയാം 120 ആണെന്നറിയാം. 120 × 12 എന്ന് പറയുന്നത് 144 0. ഓക്കെയാണ്. സോ അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? 10,000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ എന്ത് വരും? 35 നിന്ന് 3.96 പോയി കഴിഞ്ഞാൽ 32 കഴിഞ്ഞ് 31.04 പ്ലസ് ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു 0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 144 ആണെങ്കിൽ 3 0 ആണെങ്കിൽ 0.144 വരും. സോ ദ ആൻസർ ഈസ് വാട്ട്? ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. 31.04 കൂടി 0.144 ആഡ് ചെയ്താൽ എന്ത് വരും? 31.184 വരും. ദിസ് ഈസ് വാട്ട് ദ സിംഗിൾ ഈക്വലന്റ് ഡിസ്കൗണ്ട്. സോ 31.184 ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം. പല എക്സാമുകൾക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ആണ്. ആൻഡ് ദിസ് ഈസ് എ നെക്സ്റ്റ് വൺ. ഈ ട്രിക്ക് എന്താ? X + 1/x എന്ന് പറയുന്നത് √2 ആണെങ്കിൽ
മനസ്സിലാക്കണം എക്സ് പ്ലസ് 1/x എന്ന് പറയുന്നത് √2 ആണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കണം x⁴ പ്ലസ് 1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അല്ലെങ്കിൽ x⁴ എന്ന് പറയുന്നത് 1 അങ്ങോട്ട് കൊണ്ടായാൽ -1 ആയിരിക്കും. ഈ രണ്ട് റിസൾട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. എക്സ് പ്ലസ് 1/x √2 ആണെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാവുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. x⁻23 പ്ലസ് x⁻19. ഇവിടെ x⁻19 എന്ന് പറയുന്നത് കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? x⁻4 പ്ലസ് 1 വരും. നമുക്കറിയാം x⁻4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? x⁻4 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 0 ആണ്. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് 0 ആയി മാറി. അതായത് മനസ്സിലാക്കണം, നമ്മൾ 4 പവറിന്റെ ഡിഫറൻസ് 4 വന്നാൽ ആ സമ്മ് 0 ആണ് അല്ലെ? പവറിന്റെ ഡിഫറൻസ് 4 വന്നാൽ എന്താണ്? പവറിന്റെ ഡിഫറൻസ് 4 വന്നാൽ അതെന്താണ്? നമുക്കറിയാം x⁻4 പ്ലസ് 1 എന്നുള്ള ഫോർമാറ്റ് വരും, അത് 0 ആണ്. സോ പവറിന്റെ ഡിഫറൻസ് 4 വന്നാൽ 0 ആണ്. ദിസ് ഇസ് 0 പ്ലസ് പവറിന്റെ ഡിഫറൻസ് 17ഉം 13ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 4 ആണ്. പവറിന്റെ ഡിഫറൻസ് 4 വന്നാൽ എത്രയാണ്? 0 ആണ്. പ്ലസ് x⁻4 പ്ലസ് 5. x⁻4 എന്ന് പറയുമ്പോൾ എന്താ? -1 അല്ലേ? -1 പ്ലസ് 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. എക്സ് പ്ലസ് 1/x എന്ന് പറയുന്നത് √2 ആണെങ്കിൽ x⁻4 പ്ലസ് 1 എന്ന് പറയുന്നത് 0 ആണ്. അല്ലെങ്കിൽ x⁻4 എന്ന് പറയുന്നത് -1 ആണെന്നുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ദിസ് ഈസ് എ നെക്സ്റ്റ് ട്രിക്ക്. സോ ഇതില് നിങ്ങൾ പലതരത്തിലുള്ള മെത്തേഡുകൾ വെച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിന് മുമ്പ് ആ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. നമ്മൾ എഴുതാറുള്ളത് ഇങ്ങനെയാണ്, ABC എന്ന് പറഞ്ഞിട്ട് എഴുതും. എന്നിട്ട് എന്താ ചെയ്യാറുള്ളത്? നമുക്കറിയാം A:B എന്ന് പറയുന്നത് 5:7 ആണ്. B:C എന്ന് പറയുന്നത് 3:4 ആണ്. ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 5 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 15 എന്ന് എഴുതുന്നു. 7 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 21 എന്ന് എഴുതുന്നു. 7 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 28 എന്ന് എഴുതുന്നു. ഇതാണ് റൈറ്റ് ആൻസർ എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് മാർക്ക് ചെയ്യുന്നു. ശരിയാണ്, ഇത് തന്നെയാണ് അപ്രോച്ച്, ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ പക്ഷേ ഈ ഓപ്ഷൻ കൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. എയും ബിയും തമ്മിലുള്ള അനുപാതം 5:7 ആണ്. എയും ബിയും തമ്മിലുള്ള അനുപാതം 5:7 ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, എയും ബിയും തമ്മിലുള്ള അനുപാതം 5:7 ആണ്. ഓപ്ഷൻ സിയിൽ 5:7 ആണോ? അല്ല. ഓപ്ഷൻ ഡിയിലാണോ? അല്ല. ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസ് മാത്രം നോക്കിയാൽ മതി. 5:7 ആണ്. ബിയും സിയും തമ്മിലുള്ള അനുപാതം 3:4 ആണ്. ബിയും സിയും തമ്മിലുള്ള അനുപാതം 3:4 ആണ്. നിങ്ങൾ നോക്കുക, ഇവിടെ 3:4 ആണോ അനുപാതത്തിൽ വരുന്ന? 7:4. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ഓപ്ഷൻ ആണോ ഉള്ളത് അത് മാർക്ക് ചെയ്ത് പോകണം. ക്ലിയർ ആണല്ലോ? അതായത് ഇവിടെ ഈ ഒരു അപ്രോച്ചിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓപ്ഷൻസ് ഒബ്സർവ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? സോ ദ നെക്സ്റ്റ് വൺ, 150 ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സി, നമ്മൾ മനസ്സിലാക്കണം, പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു സി പോലെ ഇടും കേട്ടോ. നമ്മൾ പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അത് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? 180 ഡിഗ്രിയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ട ബേസിക് കാര്യം എന്ന് പറയുന്നത്. ഇവിടെ 150 ഡിഗ്രി എത്ര എന്നാണ് ചോദിക്കുന്നത്. 150 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, നമുക്കറിയാം 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ആ 180നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. പൈ ബൈ 180 റേഡിയൻ ആണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, സോ നമ്മുടെ ചോദ്യം എന്താണ്? നമ്മളോടുള്ള ചോദ്യം എന്ന് പറയുന്നത് 150 ഡിഗ്രി. അതായത് ഈ 1 ഡിഗ്രിയുടെ കൂടെ ഞാൻ 150നെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 150 ഡിഗ്രി ആയില്ലേ? അതുകൊണ്ട് തന്നെ ഇതും ലെഫ്റ്റ് സൈഡിലും 150 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ആണല്ലോ? സോ ഇവിടെ 150ന്റെ 0വും 180ലെ 0വും വെട്ടിപ്പോയി. ബാക്കി 3 എന്ന് പറയുന്നത് 5 തവണ, ഇവിടെ 6 തവണ. അപ്പം എന്ത് വരും? 5 × പൈ 5 പൈ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 6 ഉണ്ട്. 5 പൈ ഡിവൈഡഡ് ബൈ 6 റേഡിയൻ ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. വളരെ വളരെ ഈസി ആയിട്ടുള്ള ട്രിക്കുകളാണ്. ഇനിയും ഒരുപാട് ട്രിക്കുകൾ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, എക്സാമുകൾക്ക് പല ക്വസ്റ്റ്യൻസും നമ്മൾ കൺവെൻഷണൽ മെത്തേഡിലോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലമായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന മെത്തേഡിലോ ചെയ്താൽ ആൻസറിലേക്ക് എത്തണമെന്നില്ല. ഇത്തരത്തിലുള്ള ട്രിക്കുകളും ടിപ്സും എല്ലാം, ഈ ട്രിക്കുകളൊക്കെ എങ്ങനെയാണ് ഈ ട്രിക്കിലേക്ക് എത്തിയത് എന്നുള്ളതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ റെഗുലർ ബാച്ചുകളിലായിരിക്കും. സോ അത്തരത്തിലുള്ള റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാം. RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് PDF ആയിട്ട് ഒന്നും കൂടെ റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ബൈ ഗൂഗിൾ എന്നുള്ള ഈ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഈ നോട്ട് എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്യാം, റെഫർ ചെയ്യാം, റിവൈസ് ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാം. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ, ട്രിക്കുകളും ടിപ്സുകളൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.